സുഹൃത്തുക്കളെ, ഏവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ അത്തറിന്റെ മണമുള്ള ഖത്തറിൽ നിന്നും ഞങ്ങൾ ഇന്ന് രാവിലെയാണ് എത്തിച്ചേർന്നത് വീട്ടില്. അപ്പൊ ആദ്യം തന്നെ ഖത്തറിനെ കുറിച്ച് എനിക്ക് പറയാൻ കുറച്ച് വാക്കുകളുണ്ട്. എന്താണ് അഫീക്ക് എന്താണ് ഖത്തറിനെ കുറിച്ച് പറയാനുള്ളത്? ഖത്തർ അതല്ല പറയാമെന്ന് പറയും. ഖത്തർ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് അധികം ദിവസങ്ങൾ കിട്ടില്ല അവിടെ നിൽക്കാൻ, സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഖത്തറിലെ ആൾക്കാരൊക്കെ ടോപ്പ് ക്ലാസ് മെമ്പേഴ്സ്. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചാലേ അപ്പം ഞാനുണ്ടല്ലോ, ഞാൻ ഒരു രാജ്യത്ത് പോയിട്ടും ആ രാജ്യത്തിന്റെ കൊടി വാങ്ങിയിട്ട് ഞാൻ കൂറ്റന്മാർക്ക് വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ കൊടി വാങ്ങിയിട്ട് മറ്റേ ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിയാണ്ട് കൊടി വാങ്ങിയാണ്ട് ഞാൻ പോയിരുന്നത്. പിന്നെ ആരും നന്നല്ല, പൈസ കൊടുത്ത് വാങ്ങി, നാടിനോടുള്ള രാജ്യസ്നേഹം കൊണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത് വെച്ചാൽ നമുക്ക് ഖത്തറിൽ പരിപാടി ഉണ്ടായിനി. ആ ഒരു പരിപാടി എന്നും ഞാൻ മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം വളരെ ലവ്ലി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ വീശിക്കോ ഒരുപാട് ആൾക്കാരാണ് ആ ഒരു പരിപാടിക്ക് ഒച്ചല്ലാതെ വീശിക്കോ അന്ന് എത്തിച്ചേർന്നത്. അന്ന് ജാതി മത ഭേദമന്യേ QNCCയിൽ ഖത്തറിൽ ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് സ്റ്റേഡിയം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വേദിയാണ് QNCC എന്നുള്ളത്. അപ്പം അത്രയും വലിയൊരു വേദിയിലാണ് നമ്മളെ പരിപാടി നടന്നത്. ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. അപ്പം നമ്മളെ പരിപാടി നടത്തിയിരുന്നത് ദോഹ സ്റ്റേജ് മുസ്തഫ് ഖാൻ. അപ്പം മുസ്തഫ് ഖാൻ്റെ ഫാമിലിയൊക്കെ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ എത്തുന്നത്. വൈഫും മക്കളൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിപാടിക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അടിപൊളിയാക്കി. വളരെ സ്നേഹം നിറഞ്ഞ കുട്ടികളും. അപ്പോൾ ഖത്തറിലുള്ളവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഖത്തർ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഫ്ലാഗ് എന്തായാലും കമൻറ്റ് ചെയ്യുക, മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക ഖത്തർ പീപ്പിൾ. അപ്പോൾ എനിക്ക് അത്രയും ഖത്തർ ഇഷ്ടപ്പെട്ട്. ഞാൻ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ആണോ അതെന്ന് മുതൽ എനിക്കറിയില്ല, ഖത്തർക്ക് എല്ലാവർക്കും പോവാന്നോ? ഞങ്ങൾക്ക് വിസ എടുത്തിക്കണേ. അപ്പം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഞാനൊരു സമയത്ത് ചിന്തിച്ചിരുന്നു ദുബായ് ആണ് ഏറ്റവും സൂപ്പർ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇപ്പം എനിക്കിത് എങ്ങനെ പറയാൻ പറ്റുക വെച്ചാൽ, എനിക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഞാൻ റിസീവ് ചെയ്യുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഏത് രാജ്യമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുക. ഒരിക്കലും നിങ്ങളൊരു കൺസെപ്റ്റ് അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അതാവും ഇഷ്ടം, നിങ്ങൾക്ക് അതായിക്കോട്ടെ ഇഷ്ടം, പക്ഷേ എൻ്റെ ഇഷ്ടം ഞാൻ തുറന്ന് പറയും. അപ്പോൾ എനിക്ക് ദുബായത്തെക്കാളൊക്കെ എത്രയോ ഏറെ ദുബായ് നമ്മളെ നാടാണ്, നമ്മളെ കേബിൻ്റെ നാടാണ്, കൽഫോൻ്റെ നാടാണ്. പക്ഷേ ദുബായത്തെക്കാളൊക്കെ എത്രയോ സ്നേഹം നിറഞ്ഞ ആൾക്കാർ, ഒരുപാട് ഫാമിലീസ് ഉള്ള നാടാണ് ഖത്തർ. ഒരുപാട് ഫാമിലീസ്. അപ്പോൾ ഈ ഫാമിലീസ് ഫുള്ള് നമ്മളെ കാണാൻ വേണ്ടി നമ്മളെടുത്ത് വന്നു. 70 ടീഷർട്ടാണ് ഖത്തറിൽ നമ്മൾ സെൽ ചെയ്തത്. ഹിൻലേഴ്സിൻ്റെ 70 ടീഷർട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. അപ്പോൾ കൊണ്ടുപോയ ടൈമിൽ ഒരു കോമഡി ഉണ്ടായി. എന്താ സംഭവിച്ചത് എയർപോർട്ടിൽ നിന്ന്? ഞങ്ങൾ 5 ആൾക്കാർ ഇങ്ങനെ, അല്ല 4 ആൾക്കാർ, ഞങ്ങൾ 4 ആൾക്കാർ ഇങ്ങനെ ഒപ്പം നടന്ന് എല്ലാവരും ഇങ്ങനെ ചുറ്റും. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടേക്ക് വരുന്നത്. ഞാൻ ചുറ്റും നോക്കി എയർപോർട്ട് വേറെ എവിടേക്ക് പോയിട്ടില്ലേ, അതാണ് ഞാൻ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും കോഴിക്കോട് എയർപോർട്ട് മാത്രം കണ്ടിട്ടുള്ളൂ. ഞാൻ എന്താ പറയുക, ഞാനിങ്ങനെ പല രാജ്യങ്ങളിൽ പോയിട്ട് എനിക്ക് ഈ രാജ്യം ഇഷ്ടപ്പെട്ടാറില്ലേ, അതുകൊണ്ട് അങ്ങനെ ചിരിച്ചു തരുന്നത്. എനിക്കാകെ പോയിട്ടുള്ളൂ. എനിക്ക് നല്ല പറ്റിട്ടോ. അപ്പോൾ എയർപോർട്ട് കണ്ട അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരും ഞങ്ങളിങ്ങനെ ചിരിച്ചായിട്ട് ഇങ്ങനെ ഉത്തരക്കും ഒപ്പം നിൽക്കുക. അതിൽ നമ്മളെ പിടിച്ച് അപ്പുറത്തെ ലൈനിൽ ഇട്ട് ഒരു ഫ്രീ ആയ ലൈൻ നമ്മളെ തിരക്ക് ലൈനിൽ കിട്ടും. എന്നിട്ട് തിരക്ക് ലൈനിൽ നിന്ന് പല ലൈനിക്ക് ഞങ്ങൾ 4 ആൾക്കാർ 4 ലൈനിൽ കിട്ടും. 4 ലൈനിൽ കിട്ടും. ഞങ്ങളെ 3 ആളും ഞാനും ഷാനും ഇറങ്ങിപ്പോന്ന്. ഈച്ചുണ്ട് ഒരു 10 മിനിറ്റ് വരുന്നില്ല. ഈച്ചുവിനെ എന്താക്കി അറിയോ, നമ്മളെ 3 ആളെ 3 ലൈനിൽ കിട്ടും. ഈച്ചുവിനെ ബാക്കിൽ നിന്ന് ഒരാൾ ട്രാവലർ ബാഗും ഡ്രസ് ഒക്കെ ഇട്ട ഒരാൾ, സാധാ ഒരു മനുഷ്യന്, അയാൾ ഈച്ചുവിന്റെ തോളപ്പുറം അങ്ങനെ പിടിച്ചിട്ട് ഈച്ചുവിനെയും കൊണ്ട് അങ്ങനെ പോവുക. അയാൾ പോയതാണ് 15 മിനിറ്റ് നിൽക്കേണ്ടി വരുന്നു അയാൾ പോണെങ്കിൽ. അങ്ങനെ അയാള് ഈ കഥ ഫുള്ള് കേട്ടോളൂ. അപ്പം ഉമ്മച്ചിക്ക് ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടില്ല. എനിക്കെന്താ വെച്ചാൽ അധികം ഒരു ദിവസം സംസാരിക്കാൻ പറ്റില്ല. സോ ഉമ്മച്ചി ഒരുപാട് സാധനങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും എനിക്ക് ആകെ ഇപ്പോൾ സാങ്ഷൻ ഉള്ളത് വ്ളോഗ് എടുക്കാനുള്ള 40 മിനിറ്റ് വളരെ മിതമായി സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്കെന്താ വെച്ചാൽ വോയിസ് റെസ്റ്റിൻ്റെ ടൈമാണ്. എന്നിട്ടും ഞാൻ പറ്റണ പോലെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി കേട്ടോളിട്ടോ ഖത്തറത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ ഉമ്മച്ചി ഇതൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ഇറച്ചി അവിടെ കിട്ടിയില്ല ഇറച്ചി. അപ്പം
ഈച്ചുവിനെ പോലീസ് കൊണ്ടുപോയി. അപ്പോൾ ഈച്ചുവിനെ കൊണ്ടുപോയത് CID ആണ്. എന്നിട്ട് ഈച്ചുവിനെ കൊണ്ടുപോയി ഓനെ കുറേ ഇങ്ങോട്ടാക്കി അവസാനം ഈച്ചുവിൻ്റെ ബാഗ് ചെക്ക് ചെയ്യാൻ ഞങ്ങൾ 4 ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി. അതിൽ ഇന്നെ പിടിച്ചിട്ട് എൻ്റെ ബാഗ് തുറന്നപ്പം 4 പാക്കറ്റ് ചക്ക. ചക്കയും ചക്കനെ ഇതില് ചക്കയാണ് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കിയത് ഖത്തറിൽ ചെന്നിറങ്ങിയപ്പോൾ. വാട്ട് ഈസ് ദിസ്? I said it's jackfruit. It's all inside a fruit. It all come together എന്നൊക്കെ പറഞ്ഞു. അതിൽ ഈ താത്ത എന്ത് ചെയ്ത് കസ്റ്റംസിത്തെ താത്തിരുന്നാണ്ട് കത്തി എടുത്ത് ചക്ക ഇങ്ങനെ പൊളിച്ചു തുടങ്ങി. ചക്ക പൊളിച്ച് കുരുവിൻ്റെ പൊടിയില്ലേ അത് ചരണ്ടി ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് താത്തല്ലേ പറയണേക്ക് വലിയ കോമഡി ഉണ്ട്. അതിലേ ചക്ക ഫുള്ള് താത്ത എന്ത് ചെയ്തു 4 കവർ ചക്ക ഉണ്ട്. താത്ത ഓരോ ചക്കയും ചൊളയിരിഞ്ഞ് കുരു ഇങ്ങനെ വേർതിരിച്ച. അപ്പം താത്ത അത് ഫുള്ള് തപ്പി. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ സെയിമാണ്. ഷാനുവിനെ പിടിച്ചിട്ട് എന്താ ചെയ്ത് വെച്ചാൽ ഹിൻലെസിന്റെ 70 ടീഷർട്ടിന്റെ ഓരോന്ന് കീറി ഇങ്ങനെ കയ്യോട് കുറിഞ്ഞ് വെറുതെ ചക്ക എന്താ അറിയില്ല. പണ്ട് ഞാൻ ആരോ പോയപ്പോ സാധാരണ നമ്മൾ ഉള്ളത്തെ ആളെ തിന്നല് ചോള ഒഴിവാക്കി അങ്ങനെ ആർക്കും പറയാം. ബ്രസീലിയൻ വാലറ്റാണെന്ന് തോന്നുന്നു. അപ്പൊ എന്നിട്ട് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊക്കിയതല്ലേ ഹിൻലെസിന്റെ ടീഷർട്ട് ഫുള്ള് കീറി. അയാൾ കൂട്ടി കീറി ഇത്ര കീറി ആള് ആളിങ്ങനെ കീറി. അപ്പൊ എന്താ വെച്ചാല് ഓരോ ബിരുദന്മാര് ഇല്ല അഡ്രസ് കീറിയിട്ടില്ല. ഓലോട് പറഞ്ഞു ഇത് കൊടുക്കാനുള്ള ആൾക്കാർ അഡ്രസ്സാണ്, അഡ്രസ്സ് കീറരുത് പറഞ്ഞ്. അതിൽ മുപ്പര് മേലവാങ് കീറി പോയി അവസാനം കയ്യും കീറി. അതിൽ ചോരായി കുറ്റി. അഫീഫാണെങ്കിൽ ആദ്യമായിട്ടൊരു നാട്ടിൽ എനിക്കാണെ പേടിയാവും. അഫീഫിനെ ഇങ്ങനെ കൊണ്ടുപോയി പോലീസ്. എന്നിട്ട് അഫീഫിന് ഒറ്റ റൂം കൊണ്ടുപോയി വാതിലടച്ച് ഫുൾ ബോഡി ചെക്കപ്പ്. ഇതേമാതിരിയാണ് ഒരു ദിവസം എന്റെ മുംബൈ എയർപോർട്ടിൽ നിന്നുണ്ടായത്. അങ്ങോട്ട് കൊണ്ടുപോയി ഒരു ഇരുട്ടിലെ റൂമിനുള്ളിൽ എന്നിട്ട് ഫുള്ള് ബാഗിന്ന് സാധനമൊക്കെ വലിച്ചിട്ട് CID-കളാണ് കൊണ്ടാണ് ഷൂസൂരി, ചെരുപ്പൂരി, സോക്സൂരി, പാന്റ് ഊരാൻ പറഞ്ഞു. പാന്റ് ഇങ്ങനെ ഊരാൻ കാക്ക വന്നാണ്ട് അത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അഫീഫിനെ കൊണ്ടുപോയപ്പോ തന്നെ ആ പെണ്ണിനോട് പറഞ്ഞ് ചെറിയ കുട്ടിയാണ്, സ്മോൾ കിഡ് പ്ലീസ് ബി നൈസ് ടു ഹിം എന്നാണ്. they'll be nice to him, don't worry. അങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്ത് ചക്കച്ചോളയൊക്കെ വേർതിരിച്ചാണ്ട് എന്ത് ചെയ്തു ചോള. അപ്പോൾ എനിക്ക് ഖത്തർ പോകണോ ചക്ക കൊണ്ടുപോകണോ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കുരുവോടുക്ക കൊണ്ടുപോകണം, ഒരിക്കലും കുരു കളഞ്ഞ് കൊണ്ടുവരരുത്. ഖത്തർ കസ്റ്റംസ് എന്ത് ചെയ്തു തരും നിങ്ങളെ ചക്കയും ചോളയും കുരു വേർതിരിച്ചു തരും. അതായത് ഫാമിലി ആയിട്ട് ഖത്തർ പോണ ചക്ക കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നാട്ടിൽ നിങ്ങൾ റിസ്ക് എടുത്തിട്ട് ഇരിഞ്ഞിട്ട് അതാണ് ഫുൾ ചക്ക കൊണ്ടായാലും ഒന്നുകൂടി നന്നായി, നമുക്ക് പണി വല്ലതും പറയും. എന്നിട്ട് ഫുള്ള് കുരു വേർതിരിച്ച് ചക്കയും വേർതിരിച്ച് ഒക്കെ വലിച്ചിട്ട് എന്നിട്ടേ നോഫ്തിമ്പലൊക്കെ റൂമിൽ വന്നാൽ കഴിഞ്ഞിട്ട് ചക്ക എടുക്കാനേ ഇതെന്താ കുരു വേറെ ചക്ക പറയും. ഞാൻ പറഞ്ഞ അരിഞ്ഞാണ് നാട്ടിലല്ലേ അത് കസ്റ്റംസ് അടി ചെയ്തെന്നാണ് പവറല്ലേ ചക്കൊക്കെ കസ്റ്റംസ് ആര് അരിഞ്ഞു. അപ്പൊ അങ്ങനെ റൂമിലെത്തി നമ്മള് ഖത്തറില് നമ്മളെ റൂമിൽ ഒരുപാട് പേര് വിസിറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ലൈക്ക് നമുക്ക് 2 മില്യൺ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് റൂമിക്ക് കേക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഓരോ വ്ളോഗ് അവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു. ഒരു വ്ളോഗ് പെൻഡിങ്ങിലുണ്ട്. ഖത്തർക്ക് വന്നത് ഇതൊക്കെ ആയ വ്ളോഗ് ഫുള്ളാവാതെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. കണ്ടിരുന്നു ഫുൾ ഫാമിലിനെ കണ്ടു. അപ്പൊ നമ്മളെ ഖത്തർക്ക് 2022 വേൾഡ് കപ്പിന്റെ ടൈമിൽ ഇനിയും ബാസിലിനൊക്കെ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നോഫ്തിയും ടീമാണ്. നമുക്ക് പോർച്ചുഗലിന്റെ കളിന്റെ ടിക്കറ്റും നമുക്ക് ബ്രസീലിന്റെ കളിന്റെ ടിക്കറ്റും എല്ലാം തന്നെ നമ്മളെ ഖത്തർ കാണിപ്പിച്ചെന്നത് ഫസ്റ്റ് പോലെ ഫാമിലി തന്നെയാണ്. അപ്പൊ നമുക്ക് ഖത്തർ എന്നൊരു വേദനയാണ് ഞങ്ങൾക്ക്. ക്രിസ്ത്യാനോ കരഞ്ഞു പോയ അതൊന്നും ഞങ്ങളവിടെ ഉണ്ട്. അന്ന് നമ്മള് കണ്ട കളിയാണ്. സങ്കടത്തോടെ കരഞ്ഞു നമ്മളല്ലേ പ്രോഗ്രാമിന്റെ ടൈമില്
പ്രോഗ്രാം പാട്ടിടുന്ന ലാപ്ടോപ്പില് വെച്ചോ. ഞാൻ അങ്ങനെ പാട്ടിടുന്ന ഇടയിൽ വന്നു കളി നോക്കണ്ടേ കൊട്ടാരത്തിൽ കല്ലാൽ നിന്നെ കേട്ടോ അപ്പൊ നമ്മള് കളി കണ്ടീനെ എങ്ങനെ വെച്ചാല് ഖത്തറിന്റെ ആട്ടിത്തല്ലും പരിപാടിന്റെ ഇടയിൽ അവിടുന്ന് വൈഫൈ കണ്ടിട്ട് പരിപാടിന്റെ ഇടയിൽ ഇതാക്കിയിട്ട് ലാപ്ടോപ്പിന്റെ സൈഡിൽ തന്നെ കളി ഇട്ടാണ്ട് കളി ഫുള്ള് പരിപാടിന്റെ ടൈമിൽ കളി കണ്ട് തീർത്ത്. അപ്പോൾ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ടാവും, വളരെ നല്ല ഫാമിലീസ്, വളരെ 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 സന്തോഷമുള്ള സ്നേഹമുള്ള സകുടുംബമായ ഒരുപാട് ഫാമിലീസ് നമുക്ക് അവിടെ വന്നിരുന്നു. അപ്പൊ എല്ലാരും പോയാൽ ഈ ഫാമിലീസിന്റെ സ്നേഹം ഭയങ്കരമാണ്. ഏത് രാജ്യത്ത് എങ്ങനെ വിശേഷിപ്പിക്കണം അറിയില്ല. ഒരു നാട്ടിൽ നിന്ന് അങ്ങോട്ട് അവിടെ ഫാമിലിയായിട്ട് സെറ്റിൽ നിൽക്കുമ്പോണ്ട് പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോ നമ്മളെ ഇതൊക്കെ ഭയങ്കരമാണ്. അപ്പം ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വന്നിന്. പക്ഷെ അവിടെ എന്താ വെച്ചാൽ QNCC-യിൽ ഈ കുറെ വാളണ്ടിയേഴ്സ് ഇവരുണ്ട്. ഇവര് നാട്ടിലത്തെ അത്ര പോലും നമ്മളെ ഫോട്ടോ എടുക്കാനും ഇതിനും അയക്കൂല. ഇന്നെ പിടിച്ച് റൂമിൽ കമൻ. അപ്പൊ ഞാനല്ല അന്ന് നിയന്ത്രിച്ചിരുന്നത്. അന്ന് വളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്ന QNCC-ന്റെ വളണ്ടിയേഴ്സും വരും പുറം രാജ്യക്കാരാണ് പറഞ്ഞത്. എന്ത് അത് ഫുള്ളായില്ലല്ലേ? മെച്ചി ഫുള്ള് കേട്ടിക്ക. ഈച്ചുവിനെ പിന്നെ കൊടുന്നു അയാളെ പിന്നെ കൊടുന്നു. നേരാണ് കേറിക്കോണം. നാലാളെ പാസ്പോർട്ട് വാങ്ങി. അല്ല ഓല് തപ്പുമ്പോ പാസ്പോർട്ട് ആദ്യം വാങ്ങിച്ച്. ഞാൻ എന്തേലും പണിയാണ് അതേമാതിരി നമ്മളിന്റെ കോഴിക്കോട് എയർപോർട്ടിൽ എനിക്ക് എന്താ പണി ചോദിച്ചു. കാരണം 1 മാസത്തിനുള്ളിൽ 5 രാജ്യങ്ങൾ കറങ്ങിക്കാണ്. എന്നോട് ചോദിച്ചു കോഴിക്കോട്. കാരണം പാസ്പോർട്ടിൽ ഇങ്ങനെ കാണല്ലോ വലിയ 1.5 മാസത്തിനുള്ളിൽ 6 രാജ്യം. ഈജിപ്ത്, ഉസ്ബെക്ക്, ദുബായിക്ക് കൊറേ എൻട്രി കാണുന്നുണ്ട്. 3 ദുബായ് എൻട്രി എത്തിട്ടാണ് ഓരോ സ്ഥലത്തേക്കും പോയിക്കണത്. അപ്പൊ നിനക്കെന്താ പണി പിടിച്ചു. അപ്പൊ ചോദിച്ചു. എന്നിട്ട് ഈ ഫാമിലീസ് കുറെ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് അവിടെ കമ്മിറ്റി അനുവദിച്ച കുറച്ച് ആൾക്കാരെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി. കൂടുതൽ ആൾക്കാരെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഒന്നും കിട്ടിയില്ല. അപ്പൊ അതിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ക്ഷമ ചോദിക്കാട്ടോ. ഇവിടെ അവിടെ നല്ല ഇപ്പൊ എന്ത് പരിപാടിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത കേസ് ഇങ്ങനെയാണ്. കാരണം ഈ നമ്മള് അങ്ങനെ നിന്നാല് വോളണ്ടിയേഴ്സിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ ചൂടായിക്കാണ്ട് ഇപ്പൊ ഹൈലൈറ്റിലെ കണ്ടില്ലേ ഈ ബൗൺസേഴ്സ് വരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പരിപാടി സുഗമമായി നടക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, നമ്മളെ ഫസ്റ്റ് എസ്കേപ്പ് ആക്കും. നമ്മളോട് അവിടെ നിൽക്കരുത്. എനിക്ക് ചീത്തട്ട് ബൗൺസേഴ്സ്. അതായത് ബൗൺസേഴ്സ് ഏറ്റവും കൂടുതൽ വെറുക്കണ ഒരു ആളുണ്ടെങ്കിൽ ഞാനാവും. കാരണം ഞാൻ എല്ലാവർക്കും ഫോട്ടോ ഞാൻ വരുന്ന പോലെ ഇപ്പൊ ഒന്ന് ഫോട്ടോ ആരും അതിന്റെ പോലെ റിസ്ക് കൂടുതലാണ്. ആൾക്കാർ തിരക്കി വരും. അപ്പൊ ഓല് പറയും പൊന്നാര ചങ്ങ ഇന്നെ കാണുമ്പോ തന്നെ പറയും ഫോട്ടോ എടുക്കാൻ നിൽക്കാം. ഞാനെന്താ വെച്ചാൽ ബൗൺസേഴ്സിന്റെ ഒരു പേടി സ്വപ്നമാണ് ഞാൻ. കാരണം ബാക്കിയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, മൈൻഡ് ആക്കാതെ പോവും. പെട്ടെന്ന് നമ്മളിങ്ങനെ എല്ലാവർക്കും കയ്യും കൊടുത്താ എവിടെ എന്താ ബ്ലോഗ് ആണല്ലേ ഫോട്ടോ എടുക്കണോ വരിക. ബൗൺസേഴ്സ് ഇങ്ങനെ തലമാന്തും ചെങ്ങതിന്റെ പണല്ലോ. അപ്പം നമ്മള് ഖത്തറിനെ കുറിച്ച് അതാണ് പറയുന്നത്. അപ്പോൾ ഖത്തറിലുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ലാൻഡ് ഓഫ് ലാൻഡ് ക്രൂയിസേഴ്സ് ആണ് ഖത്തർ എന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് സത്യമാണോ അല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ എം എ ഫാൻ ഓഫ് ലാൻഡ് ക്രൂയിസർ. എനിക്ക് ലാൻഡ് ക്രൂയിസർ ഭയങ്കര ഇഷ്ടമാണ്. അത് അതേപോലെ തന്നെ ദുബായും. എന്നാലും ഇത് കണ്ട വെച്ച് എനിക്ക് എന്താ പറയാനുള്ളത്, കണ്ടച്ച് പോനെ വണ്ടികളാണ്, വണ്ടികളോണ്ട് ചീറിയും കളി. പിന്നെ ഒരു ഡിസിപ്ലിൻ ആണ് ഓട്ടുമ്പോ കാണാൻ തന്നെ ഒരു രസമാണ് ആ ഓട്ടല്. ട്രാഫിക് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകും. അതാ കറക്റ്റ് സിഗ്നൽ നോക്കി. അതെല്ലാ നാട്ടിലും അല്ല, നാടിന്റെ നാടിന്റെ രസം എവിടെയും കിട്ടൂല. അതെ ചോറ് കിട്ടൂല. നമ്മളെ നാടിന്റെ രസം ഔന്റെ ഔ. അപ്പോ അതേപോലെ ജൂൺ മാസം സാക്ഷാൽ വിരാട് കോഹ്ലി ഫാൻസും റൊണാൾഡോ ഫാൻസും മറക്കാത്ത മാസം കേട്ടോ. അപ്പം ഇപ്പം ഞാൻ കേട്ടെന്താ അറിയോ, RCB ആദ്യമായിട്ട് കപ്പടിച്ചപ്പോൾ നമുക്കിത് എങ്ങനെയും കിട്ടണം എന്നുള്ളൂ. കാരണം ഇവലൊക്കെ 18 കൊല്ലം നരകിച്ച് കളിച്ചിട്ടും കിട്ടാത്ത സാധനം എങ്ങനെയെങ്കിലൊക്കെ കിട്ടി. അപ്പൊ അതേപോലെ തന്നെ നാഷൻസ് ലീഗും പോർച്ചുഗലിന് കിട്ടി. അതും വലിയ സന്തോഷം. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം കപ്പും UEFA ഇതിന്റെ
കപ്പൊന്നല്ല എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത്. ആ കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോന്റെ നടുവിലിരുത്തിയാണ്ട് വട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു ഇതാക്കിയ ഒരു സാധനം ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിന് ഇല്ലാതെ പോയ പോർച്ചുഗൽ ടീമിന്റെ ഒത്തൊരുമ, അതായത് മെസ്സിക്ക് അർജന്റീന ടീം കൊടുത്ത ഒരു സാധനം പോർച്ചുഗൽ ടീം ആദ്യമായിട്ട് കൊടുത്തപ്പോ കരഞ്ഞുപോയി. അയിമലാണ് നമ്മള് കരഞ്ഞത്, സന്തോഷായി. അത് ഒരു പോർച്ചുഗൽ ആരാധകർ നിലക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്ന അതേനി, കാണാൻ കൊതിച്ചിരുന്ന അതേനി ആ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ. പിന്നെ പോർച്ചുഗലിന്റെ കളി അത് കണ്ട എല്ലാവർക്കും മനസ്സിലുണ്ടാവും. അതായത് അസമാന കളി, പ്രത്യേകിച്ച് ന്യൂനോ മെൻഡസ്, റഫേലിയോ, രണ്ടാളെ മാത്രല്ല എല്ലാരും നല്ല കളിയേനി. അപ്പൊ ഭയങ്കര. പിന്നെ ഡാലോട്ട് ആ ലാസ്റ്റ് കിക്കൊന്നും ക്രിസ്ത്യാനോ കണ്ടിട്ടില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഡാലോട്ട് തിരിഞ്ഞ് ഇതാക്കിയപ്പോഴാണ് ക്രിസ്ത്യാനോ അത് ഗോൾ, അത് കാണാൻ കഴിഞ്ഞില്ല. അത് അതിന്റെ ഡാലോട്ട് നെറ്റും ഒരു ഉമ്മ എടുത്തത്. അതൊക്കെ നമ്മളെ പട എന്റെ പടയ ഉമ്മുണ്ട് കൊണ്ട ക്രിസ്ത്യാനോന്റെ നെറ്റുമിലാണെങ്കിലും ഇരിക്കൊണ്ട് ഇവിടെയാണ്. അപ്പൊ സാക്ഷാൽ റൊണാൾഡോ ഫാൻസിനും വിരാട് കോഹ്ലി ഫാൻസിനും ഏറ്റവും മികച്ച മാസം തന്നെ ആയിരുന്നു ഈ ഒരു ജൂൺ എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയും. ഒരു കാര്യം കൂടി ഇതിന്റെ കൂട്ടിച്ചേർക്കണം, ഈ കളി വെച്ചിട്ട് ഞങ്ങൾക്ക് വേൾഡ് കപ്പ് ആഗ്രഹിച്ചൂടെ? പിന്നെ ആഗ്രഹിച്ചൂടെ? ഞങ്ങൾ അതില് ആ ഒരു പ്രതീക്ഷയിൽ നാഷൻസ് ലീഗില് ഇപ്പൊ ഞാൻ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാഷൻസ് ലീഗ് വളരെ ചെറിയ ലീഗായിട്ട് കാണുന്ന കുറെ ആൾക്കാർ, ലീഗ് ചെറുതാണെങ്കിൽ ചെറുതല്ല, അങ്ങനെയല്ലേ ഹോളണ്ട് അതിന്റെ വാല്യൂ ചെറുതാക്കി കാണുന്ന ആൾക്കാരുണ്ട്. ഫ്രാൻസ്, അതാണ് ടീമുകളെ നോക്കേണ്ടത്. പോർച്ചുഗല്, പിന്നെ ഡെൻമാർക്ക്, സ്പെയിൻ. അതായത് യൂറോപ്പിലെ എല്ലാ വമ്പന്മാരും കളിക്കണ ലീഗാണ്. ഫ്രണ്ട്ലി ആയിട്ട് കളിക്കണ ലീഗല്ല. ഈ നാഷൻസ് ലീഗിന്റെ ഫൈനൽ മാത്രം കാണാൻ ഇങ്ങനെ ടൗസർ ഇട്ട് മിച്ചറും അരക്കപ്പ് കട്ടൻ ചായയും ചൂടൊക്കെയാണ് നാഷൻസ് ലീഗ് എന്താവും ഫ്രണ്ട്ലിയോ. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കി കാണുന്ന ലീഗാണ് നാഷൻസ് ലീഗ്. ഞാൻ ഒരുവിധം ഫുട്ബോൾ UCL ആണെങ്കിലും പ്രീമിയർ ലീഗ് ആണെങ്കിലും ഞാൻ ചത്ത് കെട്ടിയ ലോക്കൽ ജർമ്മൻ ലീഗ് വരെ ഇരുന്ന് കാണലുണ്ട്. DFB പോക്കലും മറ്റേ ബുണ്ടസ് ലീഗ് ഇരുന്ന് ഞാൻ കാണലുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഫുട്ബോൾ നോളജ് നമുക്ക് മനസ്സിലാവും. അപ്പൊ നാഷൻസ് ലീഗ് ഒരിക്കലും ചില ഫാൻസിന്, ചില കപ്പ് കിട്ടാത്ത ചില ഫാൻസിന് ചിലപ്പോൾ എന്താവും, ചിലപ്പോൾ ഇങ്ങനെ, അതായത് ഇങ്ങനെ ചിലപ്പോൾ ഇപ്പൊ ഈ ഫൈനലിൽ ഇറങ്ങാത്ത കുറച്ച് ടീമുകളുണ്ട്, ചില മുന്നണികൾ, നമുക്ക് പേരെടുത്ത് പറയണ്ട. അപ്പൊ ഈ മുന്നണികൾക്ക് ചിലപ്പോൾ എന്താവും, നാഷൻസ് ലീഗ് ഫ്രണ്ട്ലി ഗെയിം ആവും. തമാശക്കാരായിട്ടോ ഫൈനലിൽ അങ്ങനെയല്ല, എല്ലാരും നമ്മൾ പറയുന്നത് ചില ആൾക്കാരാണ്. അല്ല, എന്നോടൊരു ചങ്ങായി പറഞ്ഞേ, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു അതിശയകരമായ മെസ്സേജ് ആട്ടോ. ഓന്റെ രാവിലത്തെ മെസ്സേജ് എന്താ വെച്ചാല്, 40-കാരനെ 17-കാരൻ ചുമരിൽ കയറ്റുന്ന കളി ഇന്നാണ്, കാണൂലെന്ന് വെച്ചിട്ടൊരു മെസ്സേജ് ഇട്ടോ. അതിന് ഞാന് ഓന്റെ രണ്ടാമത്തെ മെസ്സേജാണ് ഞാൻ കാണുന്നത്. അപ്പൊ 17-കാരൻ തൂക്കിലേറ്റും എന്ന് പറഞ്ഞ 40-കാരനെ. ഏത് ഫുട്ബോളിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ചാണ് പോലും പറയുന്നത്. അപ്പൊ ഇയാൾ എന്താണ്, ഇയാൾ നടന്നു പോയ കാൽവഴികളെങ്കിലും ഇവിടെ മരിച്ചു നോക്കണേ. അല്ല, എന്നിട്ട് ഓന്റെ രണ്ടാമത്തെ മെസ്സേജ് വന്നു, പോർച്ചുഗൽ ജയിച്ചു പറഞ്ഞു. ബ്രോ 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു ബ്രോ. അപ്പൊ ഈ ഇവലെന്നെ അവസരത്തിനനുസരിച്ച് ഇപ്പൊ മാറി. കുറെ അർജന്റീന ആരാധകർ ഈ കപ്പ് ക്രിസ്ത്യാനോക്ക് കിട്ടാൻ വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ നമ്മുടെ കമ്പനിക്കാർക്ക് അങ്ങനെ അതുകൊണ്ട് 17 വയസ്സല്ലായിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇങ്ങനെ ഹേറ്റ് ഇട്ടുണ്ടെങ്കിൽ ഒരു ലെവൽ ആലോചിച്ച് 17 വയസ്സല്ല അവനായിട്ടുള്ളൂ ബ്രോ, ഇങ്ങനെ പറയല്ലേ ബ്രോ. ഓൻ തന്നെ 17 വയസ്സിലും തൂക്ക്. അതൊറ്റ അഥവാ ലെമിനിയമാലിലാണ് കിട്ടിക്കണേണ്ടല്ലോ. 40 വയസ്സുകാരന്റെ അടിയന്തരം ഇറക്കി, 40 വയസ്സുകാരനെ അടിച്ചുറക്കി, എല്ലാരും എടുത്ത് ഉറക്കും. തിരിച്ചു പറയാൻ ആർക്കും പറ്റില്ല. അപ്പൊ നമ്മള് ഇന്നൊരു അൺബോക്സിംഗ് വ്ളോഗാണ് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഒന്ന് വിചാരിക്കരുത് 40 വയസ്സായിക്കണം, മൈക്കൊന്നും വേണം. 40 വയസ്സായിക്കണെങ്കിലും എടാ അതില് രണ്ടാമത്തെ ടോപ്പ് സ്കോറർ എങ്ങാണ്ടാണ് ക്രിസ്ത്യാനോ നിൽക്കണത്. 7 ഗോള് ലേറ്റ് പോയോ. അപ്പൊ എന്താ വെച്ചാൽ അതൊക്കെ എല്ലാരും അംഗീകരിച്ചു തരണം നമുക്ക്. അതൊക്കെ അത്രോളം മുത്ത ഞാൻ അംഗീകരിച്ചില്ല. അത് മതി, ഞാൻ കുറച്ച് ചോക്ലേറ്റ് ആണ് തന്നാലോ വിജയത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഖത്തർ കുറെ ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്, RCB വിജയാഘോഷം എന്നാണ് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പള്ളിക്കുന്ന ഒരു ചങ്ങനെ കണ്ട് ഓഞ്ഞോടുന്നുണ്ട്, എന്താണ് നിങ്ങൾ RCBന്റെ മന്തി വെപ്പ് അത് കാണാൻ കാത്തിക്കണത്. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലെത്ര ഇവിടെ നാടിനെ കുറിച്ച് അടുത്തൊരു കാര്യമല്ലോ. ഇതൊക്കെ എന്താടാ ഈ സാധനം? കുക്കറോ? കുക്കറിന്റെ അടപ്പ് മാത്രോ? നാളെ അല്ലോ അലർട്ട് കേട്ടോ. ഇവിടെ മഴ ഉണ്ടാവും. ഞാൻ മലപ്പുറം ജില്ല മഴ 2 റൗണ്ട് സ്റ്റാർട്ടാക്കാൻ എല്ലാ പ്ലാനാണ്. ഈ ഷൂ ഒന്നും വേണ്ട.
അപ്പൊ ഇതൊക്കെ എടുക്കണ്ടേ? പെട്ടി മാത്രം മതിയോ? ആ പെട്ടിയിൽ എന്തോ ഉണ്ടല്ലോ. ഉമ്മച്ചിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ അൺബോക്സ് ചെയ്യണ്ട. എന്താവും? എന്താവും മധുരം? ഔ ബക്കലാവിന്റെ 2 കിലോന്റെ ചെമ്പോല് തിന്ന് പിമ്മി മാത്രം. എന്നിട്ട് എന്നോട് അറിയാം കുട്ടിയെ കൊടുത്തു. അപ്പൊ കുട്ടികളെ റബ്ബലന്നെ അവിടുന്ന് തിന്നാണ്. ടീമായിട്ട് ഷുഗർ ഉള്ളവര് ഒരു ഒത്തുതീർപ്പിലെത്തിയാണ്ട് തിന്നാ. ഇത് സാധാ മുട്ടായി. അഫിയെ മറ്റേത് എവിടെ അഫിയെ? എടാ കുക്കറിന്റെ അടപ്പ് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇത് അമ്മക്ക് ഹാപ്പി അല്ലേ? ഇത് മുസ്തഫ്ഖാന്റെ വക തന്നാ മൂപ്പര്. ഇത് മഞ്ഞൾ പിസ്ത ഖത്തർ സ്പെഷ്യൽ. എന്താണോ വാങ്ങിക്കണേ? ഉമ്മച്ചിയെ ഇത് പുറത്ത് കുട്ടികൾ കാണാൻ വരൂലേ? അപ്പോൾ ഓൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ. ഷബിൻ ടീച്ചറും കൊടുത്താളേ. ഇത് നമ്മളെ പരിപാടിൻ്റെ നമുക്ക് കിട്ടിയ ട്രോഫി കേട്ടോ. ആകെ കൊടുത്താൻ പറ്റുന്നുണ്ടോ? ഇഷൽ മുഹല്ലത്ത്, നിൽദ ഇഷൽ മുഹല്ലത്ത്, ഇതാണ് നമ്മളെ പരിപാടി. ഈ ഫോട്ടോ എന്നും എല്ലാത്തിലും ഉണ്ടാവില്ല. ഒരു എവർഗ്രീൻ ഫോട്ടോ അല്ലേ? ഇജ്ജ് എടുത്ത ഫോട്ടോ അല്ലേ? ഇത് മറ്റേ കുക്കറല്ലേ? ആ അതാണേ. നമ്മളെ അരിക്കൂട്ടത്തെ കാക്ക മന്തിക്കണേ. ആ അപ്പൊ സുഹൃത്തുക്കളെ, കുക്കറിന്റെ അടപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങേണ്ടി വരും. എടുക്കാൻ മറന്നു തോന്നുന്നു. എടുക്കാൻ മറന്നോ? ആ ഇപ്പൊ പിസ്ത അതിന് ഇത്ര പോന്ന കുക്കർ പോരും. ഇത് ഫ്ലോറൻസിന്റെ അതാ എന്നാ ഒരു 10 കിലോന്റെ വാങ്ങേനി. ആ കുക്കറിന്റെ ഇത് കിട്ടിമാ. വിസിലുണ്ട്, വിസിലുണ്ട്, പൊടിയുണ്ട്. മറ്റേ അമ്മച്ചി മറ്റേ കുക്കർമ വെച്ചാളി. പച്ചി എന്ത് പറ്റി? ഡാമു നിനക്ക് എന്ത് പറ്റിയടാ? പച്ചിക്ക് എന്താ പറ്റിയേ? എന്നാ പറ്റി കുറച്ച് ചോക്ലേറ്റ് അടിച്ചോളി. ഷുഗർ കുറച്ച് അടിച്ച് കയറട്ടെ. ബാക്ക് എങ്ങനെ നോക്കണു? വണ്ടി എന്തെങ്കിലും അടിച്ചു വിടാന്. പച്ചിയേ കുറച്ച് മുട്ടായി നോളി. എയർപോർട്ട്സ് എൻ്റെ പാൻറ് ഷർട്ടോ ഇതിലൊന്നുമില്ല. ഇത് എനിക്കൊരു കുട്ടി സമ്മാനമായിട്ട് തന്നു. ഒരു വാച്ച്, ഒരു കാസിയോന്റെ വാച്ച്. പിന്നെ എനിക്ക് അഫിയെ അനക്ക് കിട്ടിയ ഗ്ലാസ് എവിടെ? ഇത് എനിക്കൊരു കുട്ടി സമ്മാനമായിട്ട് തന്നാ. ആ ഓ കരേരന്റെ അനക്ക് പറഞ്ഞിട്ടുണ്ടാക്കി വിചാരിക്കണത് സെറ്റല്ലേ? പാളിയോ രസല്ലേ? ഹൈക്രോസിൽ ഇങ്ങനെ മുന്നിലിട്ടിരുന്ന രസം ഉണ്ടാവും അല്ലേ? അഫിന്റെ അവിടെ. അപ്പൊ അഫിക്ക് ഒരു കൂളിംഗ് ഗ്ലാസും കിട്ടിയിട്ടുണ്ടോ? അർഷുവിന്റെ വണ്ടിയിൽ ഫുള്ള് പിന്നെ
വെച്ചാൽ മതി. ആരും എതിർക്കാൻ പറ്റൂല. അതേമാതിരി വേറെ പരിപാടി ഉണ്ട്. നമ്മളെ സീറ്റിന്റെ ഹെഡ് വെക്കണ സ്ഥലല്ലേ, അയിമ പിന്നൂറ്റി വെക്കാം. ഇജാലോചിച്ച് നോക്കിയാ എനിക്ക് അത് കേറി പോരൂലേ. ഇല്ലേ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂലേ. കല്യാണം കഴിച്ച വർഷത്തിനുള്ളില് വല്ലോ പറഞ്ഞാല് ഇങ്ങനെ 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 വന്നാല് അല്ല അങ്ങനല്ലേ, അത് ബോളാണെങ്കിലും താത്തിയാണെങ്കിലും കിനാവിൻ്റെ മനസ്സൊക്കെ തലച്ചട്ടിൽ മിന്നുന്ന ചോരാജറാണി. ഞാൻ ലാപ്ടോപ്പിൽ കുറച്ച് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുകയാണ്. മ്യൂസിക് പ്രൊഡക്ഷൻ അടുത്തിറങ്ങാൻ പോകുന്ന സുമോ രഞ്ജിനി എന്ന പാട്ടിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻസും DJ വർക്കും ചെയ്യുന്ന ഇപ്പച്ചി. പിന്നെ ഓന് കൊടുത്തു, ഒന്ന് പിന്നെത്തി വെക്കാൻ കൊടുക്കണം. കാണിച്ചാ കുട്ടി കേൾക്കണേ നെഷ്വ അവിടെ ഇവിടെ പിന്നെ കുത്തി വെക്കരുത്. ഇതിന്റെ മഫ്തന്റെ മൊട്ടസൂചി കുത്താനുള്ളത്. അത് കാറിൽ പല സ്ഥലത്ത് കുത്തി വെക്കുന്നത്. നെജ്മാക്ക് അവിടെ ഉണ്ട് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞിട്ട് പറയണല്ലോ. നെഷ്വ എന്റെ നിർദ്ദേശമല്ല. അച്ചുവിന്റെ പെണ്ണുങ്ങളെ പേരെന്താ മറക്കുകയാണല്ലോ. ലിയ. പിന്നെ എന്താ ഇങ്ങനെ ആട്ടണേ? എന്റെ പറയാനായിട്ടില്ല. ജിംഷന്റെ പറയാനായിട്ടില്ല. അപ്പൊ എല്ലാരും കാറിൽ പെണ്ണുങ്ങൾ ആരൊക്കെ കയറ്റില്ല ജിംഷ വരച്ച് ഫോട്ടോ എടുത്തവിടെ. അപ്പൊ അങ്ങനെ മൊട്ടസൂചി കുത്തി വെക്കാൻ വേണ്ടി വാച്ചിന്റെ കൂടെ കിട്ടണ കുട്ടി തൽക്കണി എല്ലാരും ഉപയോഗിക്കാം. ചില പെണ്ണുങ്ങൾ മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും. എവിടെയാ അതീത്തെ വാച്ച്? ഒരു സീൻ ചോക്ലേറ്റ് ആണ്. മധുരാണല്ലോ ഷുഗർ ആണല്ലോ. ബിസ്മില്ലാ, 4 കഷ്ണം കഴിക്കാം. എങ്ങനെയുണ്ട് അഫീഫിന്റെ സീൻ കണ്ണാടിയാ? ഇത് ഫ്രിഡ്ജിൽ വെച്ചാ ഇതൊക്കെ നമുക്ക് അവിടെ ഖത്തറിലെ ആൾക്കാരല്ലേ. പക്ഷെ അഫിയ കണ്ണാടിട്ട് എന്നാ മതി. ആ കറക്റ്റ് നോക്കിയെടുത്താ. ഇവിടെ ഒന്നുകൂടി ചൊറുക്കൂടിയോ കണ്ണാടി ഖത്തറല്ല. വേണ്ട നീ ഇവിടെ കടിച്ചോട്ടെ. ഈ കണ്ണാടി പിടിയെന്ന ഷാനും മറ്റേ സാധനം വെച്ചിരുന്നു. അത് കണ്ടോ ഷാനേ വെറുതെ ചെയ്താണ്. അതിൽ കറക്റ്റ് ഞങ്ങൾ ഓഡിയോ കൊടുത്തു. കിട്ടി എപ്പോഴും കിട്ടൂല. എപ്പോഴും കിട്ടുള്ളൂ. അതിന്റെ ഇടയിലേ ഇക്ക നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേറെ പണിക്ക് പോകുന്നത്? നിങ്ങൾക്ക് അഭിനയം നോക്കിക്കൂടെ? അതിന് ഷാന് ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ സീരിയസ് ആക്കി ഇറങ്ങാൻ. രക്ഷപ്പെട്ടുമാ. അപ്പോ ഇമ്മച്ചിക്ക് ആവശ്യമായ മധുഹൂത്ത് കുക്കർ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ദോഹ സ്റ്റേജ് മുസ്തഫ്ക ആൻഡ് ഫാമിലി. കൈയെടുക്കും. ഇത് മുസ്തഫ്ഖാന്റെ ഫാമിലി എന്നാണ്. മധുഹൂത്ത് ചെമ്പ്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ചോറ് കൊള്ളൂട്ടോ അതില് അല്ലേ? പക്ഷെ ചിക്കന് ഇതില് രണ്ടിലും എന്തായാലും ശരിക്കും അങ്ങനെ ഫയർഫോഴ്സ് ഒക്കെ വരണം. ഇതിന്റെ ഓപ്പറേഷൻ പഠിച്ചേക്കണം. ഇല്ലെങ്കിൽ അവിടെ നമ്പർ ഇതിമെന്തോ ഇതുണ്ടോ സൈറണൊക്കെ ഉണ്ട് അമ്മ. ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. അതിന് തന്നെ ഇത് പോകരും. വെപ്പ് പാലിക്കഴിഞ്ഞാല് അതെന്നെ അലറച്ചു. നമ്മുടെ ഫുൾ അലറടി തന്നെ ആവും. അവിടെ കൊടുക്കി അത് തിരിച്ചു കൊടുത്താണ്. അത് ഇങ്ങനെപ്പാ ഇങ്ങനെയാണ്. ഇങ്ങനെ 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 എന്താ ഒരാഴ്ച കാണിച്ചു പഠിപ്പിക്കണം. ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ എന്ത് ചോദിച്ചാലേ എന്താ പറയുന്നേ
ഓഞ്ഞോട് പോകാൻ നേരത്തെ ടോപ്പിക്കും ബ്രൂസിനും മരുന്ന് കൊടുക്കണം അതിന് ആദ്യം ആറുണ്ട് പിന്നെ അയ്യോ നിൽക്കുക വണ്ടി നിർത്തി തിരിച്ചു വന്നടാ എന്ത് ഓനൊന്നും പറയാൻ ഇതെങ്ങനെയാ അങ്ങനെ ടൈറ്റ് ആക്കും അത് വൺ ടൈറ്റ് കേട്ടോ നല്ല ടൈറ്റ് വേണം അവിടെ ഇങ്ങോട്ട് മന്തി ആവുള്ളൂ. നമുക്ക് ഇതില് എന്ത് മന്തിയാ ആടുമന്തി വെക്കാല്ലേ ഇവിടെ ആടുമന്തി ഇതില് പോവില്ല. RCP മന്തി ഇതെന്താ ചെരിഞ്ഞിറക്കണേ കിട്ടിയപ്പോ ചോക്ലേറ്റ് കിട്ടിയോ? ഏതാ കിട്ടിയപ്പോ? നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. അതാണ് കേരളം. കേരളം നാളികേരം. കേരളത്തിലെ തേങ്ങ ബൗണ്ടി അങ്ങനെയല്ല. അല്ല ജബുലാനിയില് കേരളത്തിലെ റബ്ബറല്ലേ? അങ്ങനെ പറഞ്ഞു മൈക്കോണൊക്കെ അടിച്ച് ഗോളിട്ട് കോർണറൊക്കെ കോളക്കിയത്. ആരെവിടെ ഓണിച്ചപ്പോ അത് തിരിച്ച് അതേപോലെ ഇപ്പൊ എയർ ടൈറ്റ് ആക്കിയില്ലേ? ഞാൻ എയർ ലൂസ് ആക്കി. ഈ കുക്കർ കാണാൻ തന്നെ ചൊറുക്കില്ലേ? പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടിയാൽ നമ്മളെ റംലാൻ പൊളിക്കും. ഞാൻ റംലാന്റെ 5 കിലോ കണ്ടിട്ടില്ല. ആ കാക്കാന്റെ വലിയ നാട്ടിൽ നിന്ന് വാങ്ങാം. ഈ നാട്ടിലിത് കിട്ടാനോ? ഇത് നാട്ടിൽ കിട്ടാണ്ടെങ്കിൽ ഈ സൈസ് ആയിട്ട് തന്നെ ഈ ബാഗിൽ എങ്ങനെയൊക്കെയോ പോരുന്നാണ്. ഞാൻ എന്നോട് പറയട്ടെ, ഇത് അവിടുന്ന് പോരൂല. കപ്പലിലൂടെ വേണ്ട ഓന് പറയാനേ അതന്നെ ഞാൻ അതന്നെ കാത്തുന്നത്. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇതിന് മുന്നേ ഈ ഖത്തർക്ക് എത്ര ടിക്കറ്റ്? ഞാൻ 10,000 റുപ്യക്ക് നമ്മൾ കൊല്ലന്റെ അടുത്ത് ഉണ്ടാക്കി തരാം. നല്ല വാട്ടർ ടാങ്ക് പോലത്തെ ചെമ്പ്. ഞാനല്ല, ദോഹ സ്റ്റേജ് മുസ്തഫ്ക ആൻഡ് ഫാമിലി വൈഫ് ഓരാണിത് സ്പോൺസർ ചെയ്തത്. താങ്ക് യു. റഫേലിയോ ഇത് ഈച്ചനൊരു പെൺകുട്ടി പേഴ്സണലി കൊടുത്ത ഗിഫ്റ്റാ. ഹാപ്പി ബർത്ത്ഡേ. എന്തോ ആദ്യം ഓനോട് മാന്തി പടം ഇട്ട് പോകും. അവനൊരു മാന്തൽ ഇഷ്ടം. അങ്ങനെയല്ലേ പറഞ്ഞേ? നാളെ അവിടെ വന്ന് എനിക്കെന്താ വെച്ചാൽ ഈ പെട്ടികൾ ഇങ്ങനെ ആയി കിടക്കണ ഇഷ്ടം. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കി അടുത്ത് പുറത്ത് കിട്ടിട്ടില്ലേ ഒരു ഇടക്കറ. ഇതാണ് സാധനം. ഇതില്ലേ, ഇതൊരു കുട്ടി ഗിഫ്റ്റ്. ഇതാണ് ഇപ്പ ഗിഫ്റ്റ്. ഇത് പെന്നാണ്. പക്ഷെ ഇത് ടോർച്ചാവും. പക്ഷെ ഇനി ഇത് എന്താവും? ഇതെന്തോ ആയിനല്ലോ. ഇതില്ലേ, ഇത് ഫോൺ സ്റ്റാൻഡ് ആവുമല്ലോ. എങ്ങനെ ബാസിലൊന്നും ഇവിടെ ഇത് ഫോൺ സ്റ്റാൻഡാണ്. അങ്ങനെ എങ്ങനെ അത് ഫോൺ ഒക്കെ കാണിച്ചു കൊടുത്തു. ഫോൺ സ്റ്റാൻഡ് ആവും. പിന്നെന്ത് ചെയ്യും? ടോർച്ചായി. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടച്ച് ആയിട്ട് യൂസ് ചെയ്യാം ഫോണിന്റെ. അങ്ങനെ ഒരു അൺലിമിറ്റഡ് പേന. എത്ര പേനാണോ അറിയില്ല. സ്കൂളിൽ കൊണ്ടായാലും കുട്ടികളെ മുന്നിലൊക്കെ സ്റ്റാർ ആവാ. ഇതും കൊണ്ട് ഇങ്ങനെ ടോർച്ച് കത്തിച്ചിട്ട് മേലെ കിട്ടാ മതി. ചുമപ്പ് കളറുണ്ട്. ചോക്ലേറ്റ് എടുക്കിട്ടോ. ഇതിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കരുത്. ടോർച്ച് ഇങ്ങനെ കത്തിച്ചേക്കാം. അപ്പൊ കുട്ടികൾ ടോർച്ച് കത്തിന് അറിയാം. അപ്പൊ പറയാ അത് ഇന്നലെ കിട്ടിയൊരു ഗിഫ്റ്റ് ആണ്. അങ്ങനെ പറയാൻ പാടില്ല. അതിന്റെ ഗിഫ്റ്റ് ആണ് നമ്മള് പുളിയായി. അങ്ങനെ പോയത്. ടോർച്ച് ഇങ്ങനെ കത്തുമ്പോ ഇങ്ങനെ ഇതൊക്കെ അറിയാക്കണ്ടോ? ഇപ്പൊ ടീച്ചേഴ്സ് കുട്ടികളും
അടുത്തത് പറയും ഇതൊക്കെ ഞങ്ങള് ഇപ്പൊ ഇതൊക്കെ ബ്ലോഗിലിട്ട് നാളെ സ്കൂളിൽ പോയി ടോർച്ചിങ്ങനെ എത്തിച്ചേക്കും കുട്ടികളെ. ഇതൊരു പെൺകുട്ടി, ഇത് അടിപൊളി. ഓരോ ഫാമിലിയും പേര് ഇപ്പാ 100 ആളെ റൂമിൽ കൂടെ കയറി ഇറങ്ങിക്കണത് കാണാൻ വന്നോണ്ടും ടീഷർട്ട് വാങ്ങാൻ വന്നോണ്ടും. എങ്ങനെയാ പേരോർത്തൊക്കെ അത് അതിന് സോറി അത് പെന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ആ പറ്റും. ബാക്കിയല്ലേ അയ്യോ ഞാനിന്ന് ആ കുട്ടി കാണിച്ചപ്പോ ഞാൻ ഒരു 5 പെന്നൊക്കെ ഉള്ളു കരുതി. ഇതൊരു പെട്ടി നിറച്ചോളൂ പെന്നോടുന്നു കേട്ടോ. ഓ ഇവിടെ ആർക്കും അത് പെന്നാവശ്യം. ഞാൻ ഇതല്ലൊന്നും സ്കൂളിൽ പോയി ചെയ്തിട്ടുണ്ടോ? ടീച്ചർക്ക് നാളെ എടാ എന്റെ ടീച്ചർക്ക് നാളെ ഒന്ന് കൊടുക്കട്ടോ. ആയിക്കോട്ടെ 2 ദിവസം പോയിട്ടില്ല. ടീച്ചർക്ക് ഞാൻ കൊടുത്തോണ്ട് അല്ലേ ടീച്ചർക്ക് നിങ്ങൾ കൊടുത്തോണ്ടിട്ടോ. സോപ്പിടാനാ PTM പ്രാവശ്യം എപ്പച്ചാ പോണേ? നാളെ ഇപ്രാവശ്യം മെച്ചി വന്നിട്ട് അല്ല ഇപ്പൊ സേഫാണ് പോയാല്. ഇപ്പൊ സ്കൂളിൽ വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. പോയിട്ടില്ല ആകെ പോകാത്ത 2 ദിവസം അവധി. 2 ദിവസം +1 അഡ്മിഷനിന് അവധി കൊടുത്തു. തുറന്നന്ന് ഓൻ പോയിട്ടില്ല. അപ്പൊ ആകെ 2 ദിവസം സ്കൂൾ ഡൈനി ഇന്നലെ ഇന്നുമാണ്. അന്നും പോയിട്ടില്ല. അതായത് ഓ സ്കൂൾക്ക് ഇനി നാളെ ന്യൂ അഡ്മിഷൻ ആയിട്ട് ഇങ്ങനെ ചെല്ലണം. പുതിയ കുട്ടിയെയും കണ്ട് ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ ഓലെ നാളെയാണ്. കണ്ണ് നിറയണ ആരും കാണണ്ട. ക്ലാസ് അമർത്തി വെച്ചോ. അപ്പൊ അഫീഫ് സ്കൂൾ വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അപ്പൊ 3 ദിവസം കറക്റ്റ് ലീവ് എടുത്തു. അപ്പൊ എന്താ വെച്ചാല് കണ്ടോണേഷൻ എടുക്കാനുള്ള പൈസ ഇപ്പൊ തന്നെ ഉമ്മച്ചി എന്ത് ചെയ്തു സേവ് ചെയ്ത് തുടങ്ങിക്കണം. ഈ മാസത്തെ ശമ്പളം തൊട്ട് ഉമ്മച്ചി പിടിച്ചു കൊണ്ടുവരണമെന്നാണ് ഉമ്മച്ചി പറയുന്നത്. അഫിയ ഇനി എന്താ ആ ഇതൊന്നോളിപ്പാ വൻ കോമഡി ഉണ്ടായി ക്ലാസ്സിലെ. ഹെഡ് ഡ്രസ്സൊക്കെ കൊണ്ടുപോയിനി. ഇതാകെ മനുഷ്യൻ യൂസ് ചെയ്യുക ഫ്ലൈറ്റിലാണ്. ഫ്ലൈറ്റിലല്ലേ യൂസ് ചെയ്യുള്ളൂ, വേറെ എവിടെ പെരയിൽ ആവശ്യമില്ലല്ലോ. വാലേക്കും അസ്സലാം. എന്നാ ഞങ്ങൾ പോയിക്കോളി. എന്നാ ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ പോയിക്കോളി. ആ എന്നാ ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ പോയിക്കോളി അറിയാം. അല്ല അപ്പൊ എന്താ അപ്പം അല്ല ഓൽക്കും തിരക്കുണ്ട്. ഓ അസ്സലാം വലൈക്കും പറഞ്ഞിട്ടേ എന്നാ ഞങ്ങൾ പോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ എന്നിട്ട് ഈ ഹെഡ് റെസ്റ്റ് എന്താട്ടി ലഗേജിലാണ് കയറ്റി വിട്ടു. പിന്നെന്തിനത് കൊണ്ടുപോയത്? ആ മറ്റേ ഫ്ലൈറ്റിൽ എത്തിയപ്പോ അത് ചോദിച്ചു അഫീഫ് എവിടെ? ഞാൻ ലഗേജിൽ വെച്ചു. അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ. ആ ഇതാണ് ഇപ്പൊ അത് ഷെയ്ഖ് മത്തൂർ. കൊക്കവിടെ ഭരിച്ചതോ? ഇത് ഖത്തർ രാജാവ് അവിടെ സ്പെഷ്യലി ഓല് ഉണ്ടാക്കണതാണ്. മറ്റേ ഖത്തർ പൊക്കവട. ആരാണ് ഖത്തർ ഖത്തറിന്റെ പൊക്കവട അല്ലേ? ഞാനേ ഖത്തർ രാജാവ മറ്റേ ഇയാളല്ലല്ലോ, ടിപ്പു സുൽത്താൻ അല്ലല്ലോ. 40 രണ്ടാഴ്ചക്ക് മാറ്റി വെച്ചാണ് അതൊക്കെ തിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതൊന്നും തിന്നരുത് മെസ്സി വെയിറ്റ് ലോസിലാണ്. ഇത് ഖത്തർ രാജാവ് ഉണ്ടാക്കിയാണ്. ഖത്തർ രാജാവ് പൊക്കോട ഉണ്ടാക്കിയിരിക്കാം. എന്തിപ്പാ എങ്ങനെയുണ്ട്? ഷുഗറാണ്. ഷുഗറാണെങ്കിലും എന്നാലും ഒരു പ്ലേറ്റ് തിന്നാളി എന്ന് കുഴപ്പമില്ലൊന്നുമില്ല. എന്തായാലും 5 പൗണ്ടിൽ തിന്നണ അത്ര ഷുഗർ എന്തായാലും ഇതിന് കയറൂല. പൊക്കോടന്നെ മതിലേ ഉള്ളൂ തന്നെ അല്ലേ. ഡോക്ടറെ എന്നോട് പറഞ്ഞു ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് തിന്ന് കഴിഞ്ഞാൽ ഷുഗർ കയറില്ല. അതായത് ബോഡി നമ്മളെ ബോഡി എന്താക്കണം, ബോഡിനെ നമ്മൾ ഉറങ്ങുകയാണെന്ന് തന്നെ മനസ്സിൽ വിചാരിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ തിന്നു കൊടുക്കണം. എന്നപോലെ തന്നെ അപ്പൊ തന്നെ പോയി കിടക്കണം. ഈ കൊളസ്ട്രോള് ഒക്കെ കൂടാക്കാൻ ഡോക്ടർ സ്കൂളിൽ അച്ഛന്മാരുടെ
ഇപ്പച്ചിന് തൽക്കാലം ഇപ്പച്ചി 5 കൊല്ലം MBBS പഠിപ്പിക്കാം. ഇപ്പച്ചി MBBS എടുത്ത് നോക്കി. മെച്ചപ്പെടും. കുറേ ജോർജിയയില് ബെയ്റൂട്ട് പോയി ഒരു MBBS ഇടയ്ക്ക് guest ഒക്കെ ആയിട്ടേ ആസുറിനോട് കൊണ്ടുപോകാൻ പറയാം. അതല്ലേ കോട്ടക്കട്ടോട് വിടുക. ശരിക്കൂല്ലപ്പാ ഇവിടെ ഇപ്പൊ കുറേ ഷുഗറുകാര് വരും. വരില്ലേ? ഇങ്ങനെയെല്ലാം തിന്നാൻ പറയണല്ലോ. ഇപ്പച്ചി HM ടെസ്റ്റ് ഒക്കെ പാസ്സായത് ഇപ്പച്ചിക്ക് എന്തായാലും MBBS കിട്ടും, ശ്രമിച്ചാൽ കിട്ടും. അങ്ങനെ ഇപ്പച്ചിന്റെ ചെലവിൽ ഇനിയും കുറച്ചു കാലം ജീവിക്കാന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യം. അത്ര ഇഷ്ടപ്പെട്ടില്ല അതൊന്നും. ഒത്തില്ല ഓമാൻ ചിപ്സ് ഇപ്പൊ ബൗണ്ടി ചീറ്റോസ്, അഫീഫിന്റെ മുട്ടായി, ഓറഞ്ച് മുട്ടായി. ഇത് അഫീഫ് അന്യനാടിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പെപ്സി, മൗണ്ടൻ ഡ്യൂ. എല്ലായിടത്ത് പോയാലും ഞാൻ ഒരു പെപ്സി ഓർഡർ ചെയ്യും, എന്നിട്ട് കുടിച്ചൂല. എവിടെ പോയാലും ഒരു പെപ്സി പറയും, ഇത് കിടന്നു കിടന്നാണ്. അത് സീൻ ഫുഡ്. പക്ഷെ ഇതെന്താ വെച്ചാലേ ഈ ഫുഡിന്റെ പിന്നിലൊരു വലിയ കഥ ഉണ്ട്. അല്ല ഞാൻ പറയട്ടെ. ആദ്യം എയർ ഇന്ത്യക്ക് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഏതാ? എക്സ്പ്രസ് അല്ലേ? ആ, അപ്പം ഞങ്ങള് ഖത്തറിന് എന്ത് ചെയ്തു, ഡോണർ ഇസ്താംബുൾ പറഞ്ഞൊരു കടയിൽ കയറി. അവിടുന്ന് അലീനാസിക്ക് പറഞ്ഞൊരു ഭക്ഷണം ഉണ്ട്, സെയിം ഭക്ഷണം. അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം, ഇത് നാട്ടിൽ കൊടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. ഞാൻ ഒരു ഫുഡ് ഐറ്റംസ് നാട്ടിൽ കൊണ്ടുവരാത്ത ആളാണ്. അപ്പം ഞങ്ങളിങ്ങനെ കണക്കൂട്ടി ഒരു 6 മണിക്കൂർ വരെ വലിയ സീനില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് എയർപോർട്ട് കയറി കഴിഞ്ഞാൽ, ഒരു 9:00 കയറി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഇവിടെ എത്താറ് 3 മണി ആ ടൈമിലൊക്കെ ഇനി നമുക്ക് അറൈവൽ പറഞ്ഞു കഴിഞ്ഞത്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ഫുഡ് ഇവിടെ എത്തി നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരെ ചൂടാക്കിയിട്ട് കഴിക്കാൻ തന്നെ പറയാം. രാവിലെ അല്ല, വൈകുന്നേരം. ഞങ്ങൾ രാത്രി എത്തേണ്ട ആൾക്കാരേ അല്ല. ആ, അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട എക്സ്പ്രസ്, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ത് ചെയ്തു, കൊട്ടിപ്പടഞ്ഞ് ഫ്ലൈറ്റ് 8:30 എയർപോർട്ട് കയറണം പറഞ്ഞിട്ട്, അല്ല 9 മണിക്ക് എയർപോർട്ട് കയറണം പറഞ്ഞിട്ട് എടുത്ത് മുംബൈന്ന്. അപ്പം 5:30 മണിക്കാണ് ഞാൻ കിടക്കണത്. 9 മണിക്ക് 9:30 എയർപോർട്ടിൽ കയറുന്നുണ്ട്. 5 മിനിറ്റുള്ള നമ്മളൊന്ന് എയർപോർട്ടിലേക്ക്. ഞങ്ങൾ എന്ത് ചെയ്തു, ചാടി പഠിച്ച 8:45 എണീറ്റ് സാധനങ്ങളൊക്കെ ഫുള്ള് പാക്ക് ചെയ്തു. ആ, ഇവലാരൊക്കെയോ കുളിച്ചാതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഫുള്ള് പല്ലൊക്കെ തേച്ച് ഓടി ഡ്രസ്സൊക്കെ മാറ്റി അടിയിൽ ഇറങ്ങി സാധനമൊക്കെ ഇറങ്ങി എയർപോർട്ടിനോടെ ചെന്ന് നോക്കുമ്പോൾ ഫ്ലൈറ്റ് എപ്പോഴാണ് അറിയോ, 2 മണി പറഞ്ഞു. 2 മണിയാണപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതിൻ്റെ കയ്യിലുണ്ട്, ഒരു 2 മണിക്കൂർ ലേറ്റ് ആവും. ഇല്ല, പക്ഷെ ഇത് അങ്ങനെ തിന്നാൻ പറ്റില്ല. ദീക്ക് ആടാ ഞമ്മക്ക് തിന്നാ മതി ഫ്ലൈറ്റിന്. ഇത് കുക്ക് ചെയ്യണ്ട, ബട്ടറിലിട്ട് ചൂടാക്കാനല്ലേ. ഇനി ബ്രൂസിന് കൊടുക്കാം വേണ്ടല്ലേ? ഇല്ലല്ല, അങ്ങനെ കൊടുക്കല്ലോ കേട്ടോ, വെറുതെ പറയണം, അങ്ങനെ കൊടുക്കല്ലോ കേട്ടോ. റബ്ബേ, എന്തായാലും ഇജ്ജ് പണ്ട് ഉണ്ടാക്കി ഫ്രഷ് അടിച്ചു കൊടുത്ത മറ്റേ ബ്രസീലിയൻ ലെമണിനെക്കാട്ടിലും ഇതെന്തായാലും ആ കേടന്ന അതിനുണ്ടാവും. അഫീഫ് പണ്ടൊരു ബ്രസീലിയൻ ലെമണേഡ് അടിച്ചു കൊടുത്തിന് കേട്ടോ. പട്ടിയെ ഞാൻ ഇന്ന് വരെ എന്റെ പട്ടി തിന്നിട്ട് മുഖം മാറണ കണ്ടിട്ടില്ല. പട്ടിക്ക് ഒരു നക്കല നക്കിട്ടേ ആ പട്ടി ആരാ കൊടുത്തന്നിട്ട്? ഞാൻ തന്നെ, അല്ലാണ്ടാര്. അത് തുറക്കണ്ടമ്മ, അത് കേടന്നിക്കണേ. അങ്ങനെ 4 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്തേണ്ട ഭക്ഷണം ബഹുമാനപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വെറും 10 മണിക്കൂർ കൊണ്ട് നാട്ടിലെത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അവിടുന്ന് 5 മണിക്ക് എടുത്ത് നമ്മളെ ഫ്ലൈറ്റ് വൈകുന്നേരം 3:30 മണിക്ക് നാട്ടിലെത്തേണ്ട നമ്മളെ വളരെ മനോഹരമായി രാത്രി 12 മണിക്ക് എത്തിച്ചെന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന് ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ആട്ടോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും യാത്ര വളരെ സുഗമമായിട്ടുള്ള ഹൈക്രോസ് പോണ പോലെ. താങ്ക് യു എയർ ഇന്ത്യ എക്സ്പ്രസ്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. അപ്പൊ ഒരു കുഴപ്പമില്ല, എയർ ഇന്ത്യ എക്സ്പ്രസിനുണ്ടല്ലോ ഇത്ര മാന്യമായി ഊക്കി വിട്ടാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ, ഓലെ കമന്റ് ബോക്സ് ഒന്നും എടുത്തോക്കെ, വാപ്പിയും അല്ലാത്ത എല്ലാവർക്കും കയറി വിളിച്ചിട്ടുണ്ടായില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഖത്തറിന് കൊടുക്കുന്ന വളരെ ലളിതമായ സാധനങ്ങൾ. ഇത്ര സാധനങ്ങൾ ഇപ്പം നമ്മളെ കയ്യിലുള്ളൂ. ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ടൈമും സംഭവങ്ങളും നമുക്കില്ല. ഏത് മറ്റേന്ത്
മൈക്കോ ആരാന്ന് ആ കുട്ടിയില്ലേ അത് ഓണക്കോണക്ക് ഇപ്പൊ ഒരു സീൻ സാധനം ഉണ്ട് ഇപ്പാ കാറിൽ പോകുമ്പോണ്ടോ ചെറിയുള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെളുത്തുള്ളി 2.5 കിലോ 100. ദാസാണ് ചെറിയുള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100. ഇത് സൗണ്ട് മാറ്റി എവിടെ എം അല്ലേ ഹലോ ഹലോ അടുത്തടുത്ത് സൗണ്ട് അജ്ജ് മാറ്റിയല്ലേ അല്ലേ അടുത്ത മാറ്റി ഹലോ ചെറിയുള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100. നാളെ സ്കൂളുണ്ടോ? ആ സൗണ്ട് ഇട്ടോ സാറേ, ഇന്ന് സ്കൂൾ ഉച്ചക്ക് ഇടോ സാറേ? ചോറായോ? ആ LKG കുട്ടികളെ സൗണ്ട്. പെട്രോൾ 1500 പെട്രോൾ. $2000. ഇത് കേട്ടോ മറ്റേ അത്ഭുതം മമ്മൂട്ടിയൊക്കെ കോയിണ്ടോ? ചോറായോ? ഗൂഗിൾ പേയിൽ പൈസ വരുമല്ലേ? അത് ഇങ്ങനത്തെ ബൈക്കാണ്. അപ്പൊ ഇതോ പെൺകുട്ടി എന്നാ പേനെന്നാ പെൺകുട്ടി തന്നെ ഒക്കെ ഗേൾസ് ആണ് ഫുള്ള്. അതൊക്കെ ഗേൾസ് ആണ് ഗിഫ്റ്റാ ഫുള്ള് സാധനങ്ങള്. പിന്നെ ചെക്കന്മാര് വന്നപ്പോ എന്താ മുട്ടായി ചെക്കന്മാരൊക്കെ തന്നെ ഫുള്ള് തിന്നാളെ ചോക്ലേറ്റ്. അത് ഫുള്ള് കൊറേ സാധനം കൊറേ സാധനം ചെക്കന്മാർ തന്നാണ്. കൊറേ സാധനം കേക്കും സംഭവങ്ങളും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എളിയ നോക്കി ഇതിലുണ്ടോക്കി ഖത്തർ റിയാക്ഷൻ വ്ളോഗ് ഇതൊക്കെയാണ്. അപ്പോൾ ഖത്തറിൽ എനിക്ക് വൺസ് അഗൈൻ പറയാനുള്ളത്, നമ്മൾ വന്നതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി ഫോർ ഇറ്റ്സ് പീപ്പിൾ. അതായത് അവിടുത്തെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അവിടുത്തെ മലയാളീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു ഖത്തർ. കൊടിയുടെ ആഫിയ കൊടിയുടെ ചെറിയ രാജ്യവും വലിയ സ്നേഹം അല്ലേ? ഓ സംഭവം ആകെ എത്ര ഉള്ളൂ വാസിലെ? മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോകണത്രേ ഉള്ളൂ. ഹയ ഹയ ഹയ. പക്ഷെ സ്നേഹം അപ്പൊ ഇത് ഞങ്ങൾ വീശാൻ്റെ ഇടയിൽ എല്ലാവരും ഖത്തറിലെ പറഞ്ഞ് കമന്റ് ചെയ്യാം. ഖത്തർ 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 ഖത്തർ. ഖത്തറത്തെ മരുന്നോ? 2 ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇത് വണ്ടിന്റെ മുന്നിൽ വെച്ചാലോ പോലീസ് പിടിച്ചോ? പിടിച്ചൂലേ? നോക്കണ്ട. ആ ശരിയല്ലേ? ഖത്തർക്കാണ് കൊടി ഉണ്ടാവും. നമ്മൾ ഈ കൊടി വെച്ച് പോവാ. ഇത് ഏത് സ്ഥാനാർത്ഥിയെന്നില്ല അറിയില്ല. ഇത് പുതിയൊരു സ്ഥാനാർത്ഥിയാണ് തോന്നുന്നത്. ഇങ്ങനെ ഗ്ലാസ് ഒക്കെ താത്തിയാണ്ട് പോലീസുകാരാണ് ഇങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ നേതാക്കന്മാരൊക്കെ പോകണേ ഫുൾ ഐക്രോസിലും ഇന്നോവയിലും കാണാനും കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഖത്തറിലെ ആൾക്കാരോട് വൺസ് അഗൈൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ വ്ളോഗ് ഞങ്ങളോട് അവസാനിപ്പിക്കുന്നു. സോ
വി ലവ്ഡ് ഖത്തർ, വി ലവ് പെർഫോമിങ് ദർ. അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം എന്നും നമ്മൾ ഓർത്ത് വെച്ചിരിക്കും. നമ്മൾ ഇടക്കിടക്ക് വ്ളോഗിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഖത്തറിൽ നമ്മളെ പരിപാടിക്ക് വന്നോലും അല്ലാതെ ഖത്തറിൽ നിന്ന് വ്ളോഗാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഖത്തർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. വൺസ് അഗൈൻ നമ്മൾ 2 മില്യൺ ആയില്ലേ? അപ്പോൾ 2 മില്യൺ ആയി ചാനൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതൽ പറയാനുണ്ട്. പക്ഷേ എനിക്ക് അനുവദനീയമായ ടൈം ഒരു ദിവസം 40 മിനിറ്റാണ്. അപ്പോൾ ഞാൻ 2 മില്യണെ കുറിച്ച് സംസാരിച്ചിട്ട് ഇനി ആടുമന്തി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വ്ളോഗ് വേറെ കൊണ്ടുവരുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തന്ന കുട്ടിക്ക് നമ്മളെ എല്ലാവിധ താങ്ക്സ്. കാരണം നമ്മളെങ്ങോട്ട് യാത്ര പോകുമ്പോ നമ്മളെ കൂടെ ഇതുണ്ടാവും, വണ്ടിൻ്റെ ചെറുതുമാണ്, യൂസ് ചെയ്യാനും പറ്റും. മുന്നിൽ മാറിട്ട് അപ്പോൾ വൺസ് അഗൈൻ എല്ലാവരോടും താങ്ക്സ് ഇട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വി ലവ് ഖത്തർ. ബൈ ബൈ. Bye bye.